അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, BA അഫ്ദൽ ഉലമ 6th സെമസ്റ്ററിൻ്റെ പുതിയൊരു പേപ്പറാണ് നമ്മളിന്ന് ക്ലാസ്സിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ നിങ്ങൾക്ക് 6th സെമസ്റ്ററിന് പഠിക്കാനുണ്ട്. ആ വിഷയമാണെന്ന് നമ്മളതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ യൂണിവേഴ്സിറ്റികളിലും സാധാരണയിൽ അവരുടെ സിലബസിൻ്റെ ഭാഗമായി പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എങ്ങനെയാണ് ഒരു ഒഫീഷ്യലായിട്ട് ഒരു റിസർച്ച് പേപ്പർ തയ്യാറാക്കുക അല്ലെങ്കിൽ റിസർച്ച് നടത്തുക എന്നുള്ളത്. അറബിയിൽ നമ്മളതിന് റിസാല എന്ന് പറയുന്ന ഇങ്ങനെ നമ്മൾ റിസർച്ച് നടത്തിയിട്ട് തയ്യാറാക്കുന്ന സംഗതിക്കാണ് നമ്മൾ റിസാല എന്ന് പറയാം. അപ്പോൾ ഇതേപോലെ നടത്തുന്ന ഈ പ്രവർത്തനത്തിൽ നമ്മൾ ബഹ്സുൽ ഇൽമി എന്ന് പറയാറുണ്ട്. ഗവേഷണം നടത്തിയിട്ടാണ്, റിസർച്ച് നടത്തിയിട്ടാണ് നമ്മളൊരു വിഷയത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തുക. അപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് നമ്മൾ PhD മറ്റൊക്കെ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും റിസർച്ച് വിഷയം നടത്താറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ മെത്തഡോളജി എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ സ്റ്റാർട്ടിങ് ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന റിസാല എങ്ങനെയാണ് തയ്യാറാക്കുക, അതിൻ്റെ അനാസുറു നജാഹിഹ, അത് എങ്ങനെയാണ് വിജയകരമായി മാറുക, അതിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓഡിയോ ഫയലുകളാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിരുന്നത്. പക്ഷേ അത് പലപ്പോഴും ചിലർക്കൊക്കെ അത് എടുക്കാൻ പ്രയാസം മറ്റൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോയിലേക്ക് ചെറിയൊരു അൾട്ടറേഷൻ വരുത്തിയത്. നോക്കാം നമുക്ക്. റിസാലത്തു വ അനാസുറു നജാഹിഹ. അപ്പോൾ റിസാലയും അത് വിജയിക്കാൻ വേണ്ട ഘടകങ്ങളും ആദ്യം പറയുന്ന റിസാല. എന്താണ് ഈ റിസാല എന്ന് പറയുന്നത്? ഓക്കെ, അല്ല അജ്മലു തഅരീഫിൻ ലി റിസാല ഹുവ മാ ദക്കറഹു ഏദർകോൾ من أنها تقرير واف يقدمه باحث عن عمل تأهده وأتمه على أن يشمل التقرير كل مراحل الدراسة منذ كانت فكرة حتى صارت نتائج مدونة مرتبة مؤيدة بالحجج والأسانيد. പറയുന്ന ഏറ്റവും മികച്ച റിസാലയുടെ താരീഫ് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വമാ ദക്കറഹു ഏദർ കോൾ എന്ന് പറയുന്ന ഒരു ആൾ, അദ്ദേഹമാണ് അതിനെ നിർവഹിച്ചത്. ആ നിർവചനമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. തക്രീറുൻ വാഫിൻ, അതൊരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു റിപ്പോർട്ടാണ്. തക്രീറിന് റിപ്പോർട്ട് എന്നൊക്കെ പറയാം. യുഖദ്ദിമു, അതിനെ സമർപ്പിക്കുന്നു, ബാഹിസുൻ, ഒരു ഗവേഷകൻ, അൻ അമലിൻ തഅഹദഹു വഅതമ്മഹു, താൻ ഏറ്റെടുത്ത, താൻ പൂർത്തീകരിച്ച ഒരു അമലിനെ കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ടിംഗ് സമർപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ റിസാല എന്ന് പറയാം. അലാൻ യശ്മൽ തഖ്രീർ, ആ റിപ്പോർട്ട് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് കുല്ല മറാഹിലി ദിറാസ, നമ്മുടെ ആ ഒരു വിഷയം പഠിക്കാൻ ആവശ്യമായ എല്ലാ ഘട്ടങ്ങളും. കാരണം ഏതൊരു വിഷയമാണെങ്കിലും നമ്മളത് പഠിക്കുമ്പോൾ അതിന് പല ഘട്ടങ്ങൾ ഉണ്ടാവും. ആദ്യം അതൊരു കേവലം ഒരു ആശയം മാത്രമായിരിക്കും. പിന്നീടാണത് നിരന്തരമായി നമ്മൾ ആ വിഷയം ഇങ്ങനെ ഗവേഷണം നടത്തി പലയിടങ്ങളിൽ നിന്നും അതിനെക്കുറിച്ച് പഠിച്ച് അവസാനമാണ് ഓർഡർ ആയിട്ടുള്ള ഒരു റിസൾട്ടായിട്ട് അത് മാറുക. അപ്പോഴാണ് റിസാലയായി മാറുക. അപ്പോൾ അതുകൊണ്ടാണ് മുന്തുകാനത്ത് ഫിക്രത്തന്നെ, ഒരു ഫിക്ര ആയത് മുതൽ ഹത്താ സ്വാറത്ത് നതായിജ മുദവ്വന, അത് നല്ല ക്രോഡീകൃതമായ റിസൾട്ടുകളായി തീരുന്ന വരെയുള്ള എല്ലാ പ്രോസസ്സും റിസാലയിൽ ഉണ്ടായിരിക്കണം. മുറത്തബത്തൻ, അത് തന്നെ വളരെ ക്രോഡീകരിക്കപ്പെട്ട വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിലാവണം. മുഅയ്യദൻ ബിൽ ഹുജജി വൽ അസാനീദി, നിരന്തരമായ പ്രമാണങ്ങൾ, പ്രൂഫുകൾ കൊണ്ട്, സനദുകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കണം, അത് ശക്തിപ്പെടുന്നതുമായിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പറയുന്ന ആ ഒരു വിഷയം അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേർന്ന ആ ഒരു അനുമാനം, അതിന് അനുഗുണമാകുന്ന രൂപത്തിലുള്ള തെളിവുകൾ നമ്മളെ കയ്യിൽ എമ്പാടും വേണം. അങ്ങനെയൊക്കെ ഉള്ള പൂർണ്ണമായ റിപ്പോർട്ടിനെയാണ് നമ്മൾ ഈ പറയുന്ന റിസാല എന്ന് വിളിക്കുന്നത്. ഏദർ കോളാണ് ഈ പറഞ്ഞ ഡെഫിനിഷൻ നടത്തിയിട്ടുള്ളത്. നെക്സ്റ്റ്, വലാതവഖഫു ഖീമത്തു ഹാദ തഖ്രീരി റിസാല അലാ അവാമില മുതഅദ്ദിദ. നമ്മുടെ ഈ പറയുന്ന തഖ്രീറിൻ്റെ റിസാലയുടെ
ഖീമത്ത്, അതിൻ്റെ വാല്യൂ അത് നിലകൊള്ളുന്നത് വ്യത്യസ്തമായ ഘടകങ്ങളുടെ മേലിലാണ്. വലാകിൻ അഹമ്മു ഹാദിഹിൽ അവാമിലി ഹുവ അൻ യകൂന ഹദഫു ത്വാലിബി ഖിലാല അമലിഹി അൽ ബഹ്സ് അനിൽ ഹഖീഖ ഫഇദാ ളഫിറ ബിഹാ അഅലനഹ ഇത്തഫഖത് മഅ മുയൂലിഹി ഔ ലം തത്തഫിഖ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം, ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഗവേഷണം നടത്തുന്ന താലിബിൻ്റെ ലക്ഷ്യം എപ്പോഴും തൻ്റെ ഈ ഒരു പ്രോസസ്സ് കൊണ്ടുള്ള ലക്ഷ്യം സത്യം കണ്ടെത്തുക, ട്രൂത്ത്സ് കണ്ടെത്തുക എന്നുള്ളതായിരിക്കണം. അങ്ങനെ സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ അവരതിനെന്ത് ചെയ്യണം? പ്രൊക്ലൈം ചെയ്യണം, പ്രഖ്യാപിക്കണം. ഇത്തഫഖത് മഅ മുയൂലിഹി ഔ ലം തത്തഫിഖ്. അത് അവൻ്റേതായ ഒരു ചായ്വ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും സ്വന്തം അഭിപ്രായങ്ങൾ ഉണ്ടാവും, അവരുടേതൊരു വ്യൂ പോയിന്റ് ഉണ്ടാവും. അതിനോട് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും സത്യം കണ്ടെത്തുക എന്നതായിരിക്കണം ഒരു ഗവേഷകൻ്റെ എപ്പോഴുമുള്ള പ്രധാനപ്പെട്ട മെയിൻ ഗോൾ. അതാണ് ഇതിൽ പറയുന്നത്. മിൻഹുന, അവിടെ നിന്ന് യബ്ദു ബിവുളൂഹിൻ അൽ ഫർഖ് ബൈനൽ മുനാദറാത്ത് ബൈനർ റസായിൽ. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഒരു സംവാദം, അത് എന്താണ് ഒരു റിസാല, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതാ വദഅന, അപ്പോൾ ലിമുനാദറത്തിൻ താരീഖിയ ഉൻവാൻ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചരിത്രപരമായിട്ടുള്ള ഒരു സംവാദത്തിന് നമ്മളൊരു ഹെഡിങ്, ഒരു തലവാചകം കൊടുക്കുകയാണ്. മിസ്ലു ഇതുപോലെ അഷൂറ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ഷൂറ. ഷൂറ എന്ന് പറയുന്നത് എന്താണ്? ഷൂറ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്, ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു മുനാദറ സംഘടിപ്പിക്കുക കരുതുക. ഫൈനൽ ജാനിബ് അല്ലദീ യുഅയ്യിദുഹു സയ്യിദുനാ ബിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശാവിറുഹും ഫിൽ അംർ. അപ്പോൾ ഈ ഒരു നിലപാടിനോട്, ഈ പറയുന്ന വിഷയത്തോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഭാഗം അവർ എന്തായാലും അവർ ഉദ്ധരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞ മുഷാവറയെ കുറിച്ച് പറയുന്ന ഒരു ആയത്തുണ്ട്. അതിൽ പറയുന്നു വശാവിറുഹും ഫിൽ അംരി, നബിയെ നിങ്ങൾ അവരോട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടിയാലോചിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കൂടിയാലോചിക്കുക എന്ന് പറയുന്നത് അതിനാണല്ലോ ഷൂറ എന്ന് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതാണ് അതിൽ ആദ്യം പറയുന്ന ഭാഗം. രണ്ടാമത്തേത് വസയൂരിദു സൂറൻ മിൻ ഇസ്തിശാറത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅസ്ഹാബിഹി വസ്തിശാറത്തിൽ ഖുലഫാഇ ലിസ്വഹാബത്തി ഫിഹാ അഷ്കലു മിനൽ ഉമൂരി. അതിന് പുറമെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുചരന്മാരോട് പല വിഷയങ്ങളിൽ മുഷാവറ നടത്തിയിരുന്നതായിട്ടും, അതുപോലെ ഖുലഫാഉർ റാഷിദുകൾ അവർ സ്വഹാബികളുമായി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലടക്കം അവർ കൂടിയാലോചന നടത്തിയിരുന്നു എന്നൊക്കെ ആയിരിക്കും ഈ മുഷാവറ ഇസ്ലാമിൽ വളരെ നല്ലതാണ് എന്ന് അനുകൂല അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആളുകൾ തെളിവായിട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പല ശബ്ദങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ആണ് കേൾക്കുന്നുണ്ടാവുമെന്ന് മനസ്സിലാവുന്നു. അമൽ ജാനിബുൽ മുആരിൽ ഫസയബ്ഹസു അൻ തഅവീൽ ലിഹാദിഹിൽ മവാഖിഫ്. അതേസമയം ഈ പറയുന്ന ഒരു ആശയത്തോട് എതിർക്കുന്ന, അതിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളാണ് എങ്കിൽ അവർ മുനാദറയിൽ അവർ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്തായിരിക്കും? ഫസയബ്ഹസു അൻ തഅവീൽ ലിഹാദിഹിൽ മവാഖിഫ്, ഈ പറയുന്ന നിലപാടുകൾ അതിനെ വ്യാഖ്യാനിക്കുന്ന വിഷയത്തെക്കുറിച്ചായിരിക്കും അവർ ചർച്ച ചെയ്യുക. അപ്പോൾ ഖുർആനിൽ തന്നെ വശാവിറും ഫിൽ അംരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് എല്ലാ സമയത്തും ഇങ്ങനെ മുഷാവറ നടത്തണം അല്ലെങ്കിൽ കൂടിയാലോചന നടത്തണം എന്നല്ല. ഈ സ്വഹാബികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ കൂടിയാലോചന നടത്തണം എന്നല്ല അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ തെവീൽ ചെയ്യുന്നിടത്തേക്കാണ് അവർ അന്വേഷിക്കുക. وسيريد لموقف أبي بكر الصديق رضي الله عنه حين خالف الصحابة الذين أشاروا عليه بعدم محاربة مانعي الزكاة. അതിന് അവർ തെളിവായ ഒരു പക്ഷേ കൊണ്ടുവന്നേക്കുക സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ഒന്നാം ഖലീഫ ആയി അറിയപ്പെടുന്നത് ഫസ്റ്റ് കാലിഫ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെ ഒരു നിലപാടുണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം സക്കാത്ത് കൊടുക്കാൻ പലരും തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ചും ഈ കുറേ ആളുകൾ ഞങ്ങളും പ്രവാചകന്മാരാണെന്ന് പറഞ്ഞ കള്ളപ്രവാചകന്മാരൊക്കെ രംഗത്ത് വന്നൊരു സമയമായിരുന്നു അത്. അപ്പോൾ ഈ സക്കാത്ത് കൊടുക്കാത്ത ആളുകളോട് യുദ്ധം ചെയ്യണമെന്ന് തീരുമാനം എടുത്തപ്പോൾ സ്വഹാബികൾ പലരും അതിനെതിരായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് അന്ന് സിദ്ദീഖ് റളിയല്ലാഹു നിലപാടെടുത്തത്. അപ്പോൾ അവിടെ ഒരു കൂടിയാലോചന എന്തായിട്ടില്ല, അല്ലെങ്കിൽ കൂടിയാലോചന വേണ്ടതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു നടത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ ആയിരിക്കും എതിർപക്ഷത്തുള്ള ആളുകൾ ഒരു പക്ഷേ ഉന്നയിച്ചേക്കുക. വക്കാല കൗലത്ത് വശീർ, എന്നിട്ട് അവരെന്ത് ചെയ്യും? സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പ്രസിദ്ധമായൊരു കൗലുണ്ട്. അതിങ്ങനെയാണ്, അവർ പറഞ്ഞു എന്ത്? വല്ലാഹി ലൗ മനഊനി അഖാല ബഈരിൻ കാനൂ യുഅതൂനഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലൈഹി. സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹുവാണ് സത്യം, അവരെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഒട്ടകത്തിൻ്റെ കയർ, അതായത് സക്കാത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഒട്ടകത്തിൻ്റെ കയറാണെങ്കിൽ പോലും
നിബിതങ്ങൾക്ക് കൊടുത്തിരുന്ന ആ ഒരു സംഗതി നിബിതങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം ഞാൻ ഇനി അത് കൊടുക്കൂല എന്ന് പറയുകയാണെങ്കിൽ ഖാത്തൽ തൂമലൈ, ഞാൻ അതിൻ്റെ പേരിൽ അവരോട് പോരാടുക തന്നെ ചെയ്യും എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയിക്കുന്നത് സ്വഹാബികളുടെ പൊതു ജനാഭിപ്രായം അല്ലെങ്കിൽ പൊതു അഭിപ്രായത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ മാനിക്കുന്നില്ലല്ലോ. അപ്പോൾ മുഷാവറ അത്ര വേണ്ടതില്ല എന്നല്ലേ അത് അറിയിക്കുന്നത് എന്നായിരിക്കും എതിർപക്ഷത്തുള്ള ആളുകൾ ഉന്നയിച്ചേക്കുക. റുബമ റദ്ദൽ ഫരീഖുൽ മുഅയ്യിദ് ബിഅന്ന മാ വറദ ഫീഹി നസ്സുൻ ലാ ഇജ്തിഹാദ ഫീഹി വലാ ഇസ്തിശാറ. അപ്പോൾ ഒരു പക്ഷേ നേരത്തെ അനുകൂല അഭിപ്രായം പ്രകടിപ്പിച്ച ആളുകൾ അവർ ഈ പറയുന്ന അഭിപ്രായത്തെ അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തെ റദ്ദ് ചെയ്തേക്കാം, അവർ മറുപടി പറഞ്ഞേക്കാം. എന്ത്? അതിന് ഞങ്ങൾ കൊണ്ടുവന്ന തെളിവ്, അതായത് മുഷാവറ വേണമെന്നതിന് ഞങ്ങൾ കൊണ്ടുവന്ന തെളിവ് അത് നസ്സാണ്. നസ്സ് പറഞ്ഞാൽ ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിവൈൻ ടെക്സ്റ്റാണ്. അഥവാ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള നേരെ പറഞ്ഞ വാചകമാണ് വശാവിറുഹും ഫിൽ അംരി എന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? കാര്യങ്ങളിൽ മുഷാവറ നടത്തുക എന്നീ വിധങ്ങളോട് പറഞ്ഞ സംഗതി. പക്ഷേ ഇപ്പുറത്ത് അവർ കൊണ്ടുവരുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടേതായ വിഷയത്തിൽ അവർ കണ്ടെത്തിയ അവരുടെ ഇജ്തിഹാദാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇസ്തിശാറത്താണ്. അപ്പോൾ നസ്സിനെതിരെ അപ്പുറത്തൊരു ഇജ്തിഹാദ് അത്ര പ്രബലമല്ലല്ലോ, അല്ലെങ്കിൽ അതിന് മാത്രം ഇല്ലല്ലോ എന്നൊക്കെ ഒരു പക്ഷേ മുഷാവറ വേണം എന്ന അഭിപ്രായമുള്ള ആളുകൾ ഒരു പക്ഷെ അവരും തെളിവായി ഉദ്ധരിച്ചേക്കാം. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സംവാദത്തിൻ്റെ ഒരു രൂപമാണ്. സംവാദത്തിൻ്റെ ശൈലി ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അനുകൂല അഭിപ്രായം പ്രകടിപ്പിക്കുന്നവർ അവരുടേതായ തെളിവുകൾ കൊണ്ടുവരും, പ്രതികൂല അഭിപ്രായം പ്രകടിപ്പിക്കുന്നവർ അവരുടേതായ തെളിവുകൾ കൊണ്ടുവരും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനമായിരിക്കും അവിടെ കാര്യമായിട്ട് നടക്കുക. ഇനി നമുക്ക് ബാക്കി എന്താ പറയുന്നത്? وربما أجاب الفريق المعارض بتأويل ذلك النص وتوجيهه توجيها خاصا. അപ്പോൾ അപ്പുറത്ത് ഈ പറയുന്ന നസ്സിനെ പിന്നെ അവർ ഒക്കെ എന്തായേക്കാം, അവർ കൊടുത്ത തെവീലുകളൊക്കെ ഈ മുആരിലായ എതിർപക്ഷത്തുള്ള ആളുകൾ അതിന് മറുപടിയും കൊടുത്തേക്കാം. അപ്പോൾ തൗജീഹൻ ഖാസ്, എന്നിട്ട് അതിന് സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും തൗജീഹും എന്നൊരു ന്യായീകരണം അവർ പറയും. അതെന്തായിരുന്നു? പ്രത്യേക കാലത്തുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യായീകരണം കൊടുക്കാനും അവർ മടിച്ചേക്കില്ല. വാക്കഥ നജിദു അന്ന കുല്ല ഫരീഖിൻ മിനൽ മുതനാളിരീന യബ്ദഉ ദിറാസതഹു മുത്തബിഅൻ വിജ്ഹത നളിരിൻ മുഅയ്യന. അപ്പോൾ ഇവിടുത്തെ ഇതാണ് മെയിൻ പോയിന്റ്. അതായത് ഒരു മുനാദറയിലാണ് എങ്കിൽ ഓരോ വിഭാഗവും മുതനാദിരീങ്ങളിൽപ്പെട്ട പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ യബ്ദഉ ദിറാസതഹു അവരുടെ പഠനം അവർ ആരംഭിക്കും. മുത്തബഅൻ വിജ്ഹത നളിരിൻ മുഅയ്യന, അവരുടേതായ ഒരു പരിപ്രേക്ഷ്യം അതിൽ നിന്നുകൊണ്ടാണ് അവർ കാര്യങ്ങൾ എന്ത് ചെയ്യുക, സംസാരിക്കുക. അപ്പം വിജയത്തുനദർ തന്നെ അവരുടെ വ്യൂ പോയിന്റ്, എല്ലാവർക്കും ഓരോ വ്യൂ പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരും അവരുടെ വ്യൂ പോയിന്റിനെ പിന്താങ്ങുന്ന രൂപത്തിലുള്ള പഠനങ്ങളായിരിക്കും അവർ നടത്തുക. വൈജ്മാവു മിനൽ മാദത്തി മാ യുലായി മൗഖിഫഹു, അതുകൊണ്ട് അവർ വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് അവരുടെ നിലപാടിനോട് യോജിക്കുന്ന വിഷയങ്ങളാണ് അവർ കളക്ട് ചെയ്യുക. വയൽത്തമിസു തഅ്വീല ലിമാ ഖദ് യദ്അമു റഅയൽ ഫരീഖിൽ ആഖർ, അതേസമയം അപ്പുറത്തുള്ള കക്ഷികളുടെ അവരോട് യോജിക്കുന്ന തെളിവുകൾ, അവരെ പിന്തുണക്കുന്ന തെളിവുകളെ ഒരു പക്ഷേ ഇവർ എന്തെങ്കിലും ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ തെവീലുകൾ കൊടുക്കലും കണ്ടെത്താനും ഒക്കെ ആയിരിക്കും അവർ ശ്രമങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഇതാണ് ഒരു എന്തിൻ്റെ സ്വഭാവം, ഒരു മുനാദറയുടെ അല്ലെങ്കിൽ ഒരു സംവാദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഡയലോഗ് അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഒരു സംവാദം, അതിൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണ്. പക്ഷേ റിസാല അങ്ങനെയല്ല. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മ ഇതാക്കാന ആദൽ മൗലു റിസാലത്തിൻ, അതേസമയം ഇതേ വിഷയം തന്നെ ഒരു റിസാലയുടെ ടോപ്പിക്കാണ് എങ്കിൽ ഫൈന ത്വാലിബ യബ്ദഉ ദിറാസതഹു ലിൽ ബഹ്സി അൻ ജൗഹരിൽ ഹഖീഖ ദൂന അൻ യകൂന ലഹു റഅയുൻ ഫീ ബാദിഇൽ അംരി. നമ്മൾ ഇതിൻ്റെ റിസർച്ച് നമ്മൾ നടത്തുന്നതിൻ്റെ തുടക്കത്തിൽ നമുക്ക് പ്രത്യേകമായ സ്വന്തം അഭിപ്രായം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ കോർ ടോപ്പിക് അഥവാ ജൗഹറുൽ ഹഖീഖ, നമ്മളെ ഈ സംഗതിയുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിക്കുകയായിരിക്കും ആ ഗവേഷക വിദ്യാർത്ഥി അവിടെ എന്താവുക ചെയ്യുക. അതാണ് നമ്മൾ ഈ റിസർച്ച് സ്റ്റഡിയും അതോടൊപ്പം നമ്മൾ ഈ സംവാദവും തമ്മിലുള്ള ഒരു മാറ്റം. സംവാദത്തിലെപ്പോഴും അവരുടേതായ അഭിപ്രായങ്ങളോട് അനുഗുണമായ തെളിവുകൾ മാത്രം കണ്ടെത്തും, അതുമാത്രം കളക്ട് ചെയ്യും, അതുമാത്രം വെച്ചിട്ട് സമർത്ഥിക്കും. പ്രതിയോഗികളുടെ തെളിവുകൾ അവരെന്തെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞ് അതിനെ എതിർക്കുകയും ചെയ്യും. പക്ഷേ റിസാലയിൽ റിസർച്ച് സ്റ്റഡിയിൽ അങ്ങനെയല്ല. ഒരു ഗവേഷക വിദ്യാർത്ഥി തൻ്റെ വിഷയം അതിൻ്റെ കോർ പോയിൻ്റ് എന്താണെന്ന് അന്വേഷിക്കുകയായിരിക്കും ചെയ്യുക. അത് തുടങ്ങുന്ന സമയത്ത് അവർക്ക് ഇവിടെ പറഞ്ഞ പോലെ ദൂന യക്കുൻ ലഹു റഅയുൻ ഫീ ബാദിഇൽ അംരി, തുടക്കത്തിൽ അവർക്ക് പ്രത്യേകമായ ഒരു അഭിപ്രായം ഉണ്ടാവില്ല. പിന്നെ അഭിപ്രായം അവരുടെ ഗവേഷണത്തെ തുടർന്ന് നിഗമനമായിട്ട് വരുന്ന ഒരു അഭിപ്രായം ഉണ്ടാവും. അതാണ് അവരുടെ അഭിപ്രായം. അതാണ് രണ്ട് തമ്മിലുള്ള മാറ്റം. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത്
ഓക്കെ. ഫയഖറ യജ്മഉൽ മാദത്ത വയതഫഹും. അപ്പോൾ അവർ ഈ റിസർച്ചിൻ്റെ വായിക്കും, എന്നിട്ട് എന്ത് ആ വിഷയത്തെക്കുറിച്ച് അവർ പരമാവധി കളക്ട് ചെയ്യും. വയതഫഹും, അതിനവർ മനസ്സിലാക്കും. യുഖാരിനു ബഅദഹ ബിൽ ബഅദിൽ ആഖർ, അതിൽ ഓരോന്നും ഒന്ന് മറ്റൊന്നുമായിട്ട് കമ്പാരിസൺ നടത്തും. തുസിലഹു അൽ ഖിറാഅത്തു വദ്ദിറാസ ഇലൽ ഹഖീഖ. അങ്ങനെ അവരുടെ വായനയും അവരുടെ സ്റ്റഡിയും ഒക്കെയാണ് അവരുടെ യാഥാർത്ഥ്യത്തിലേക്ക് അവരെ എത്തിച്ചേർക്കുക. ദൂനാൻ തൽഅബ ബിഹി അല്ലഹുവ ഔ തൗജിഹു ഔ തവജ്ജുഹി അൽ മുയൂലു. അവിടെ എന്തില്ല, അവരുടെ ഇച്ഛകൾ, അവരുടെ താല്പര്യങ്ങൾ ഒരിക്കലും അതിൽ യാതൊരു റോളും വഹിക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടേതായൊരു ടേസ്റ്റുകൾ ഉണ്ടാവും. മുയൂല പറഞ്ഞാൽ അവരുടേതായ ഒരു ചായ്വ്. അപ്പോൾ അതിനൊന്നും അവിടെ സ്വാധീനം ഉണ്ടായിരിക്കുന്നതല്ല. ഇതൻ യബ്ദൗ ദിറാസതഹു ലാ ലിയുബർഹിന അലാ ഷൈഇൻ ബൽ യക്ഷിബു ഷൈഅൻ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു റിസർച്ച് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് എന്തെങ്കിലും ഒരു കാര്യത്തെ സമർത്ഥിക്കുന്ന രൂപത്തിലാകൂല, മറിച്ച് എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തുന്ന രൂപത്തിലായിരിക്കും. അഥവാ കൂടുതൽ സത്യം കണ്ടെത്തുക എന്ന് പറയുന്ന പ്രോസസ്സ് അധികവും നടക്കുക ഈ റിസർച്ച് സ്റ്റഡിയിലാണ്, അല്ലാതെ സംവാദങ്ങളിലല്ല. സംവാദങ്ങളിൽ പരമാവധി തൻ്റേതായ ഉണ്ടാവുന്ന ഒരു അഭിപ്രായം, അതിന് ശരിവെക്കുന്ന തെളിവുകൾ കണ്ടുവരിക, എതിരാളികളുടെ തെളിവുകളെ അതിനെന്തെങ്കിലും ന്യായീകരണങ്ങൾ കണ്ടെത്തുക. ഇതാണ് സംവാദത്തിൻ്റെ റോള്. അപ്പോൾ ഇതാണ് മാറ്റം. അപ്പോൾ ഇതില എത്തജാലു വസീലത്തുൻ തുസായിദുഹു അലാ ബുലൂഗി ഹാദൽ ഹദഫി. അതോടൊപ്പം തന്നെ തൻ്റെ പിന്നെന്താണ് ഒരു പഠനത്തിലൂടെ അവൻ ഒരു പുതിയ സത്യം കണ്ടെത്തുക എന്ന് പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ അവൻ എന്താകുന്നില്ല, അവൻ അവഗണിക്കുന്നില്ല എന്ത് വസീലത്തൻ തുസായിദുഹു അലാ ബുലൂഗി ഹാദൽ ഹദഫി, തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റുന്ന അതിന് സഹായകരമാകുന്ന മാർഗങ്ങളെ അവൻ എന്താക്കുന്നില്ല, അവഗണിക്കുന്നില്ല. അവ മുസ്തഇദ്ദുൻ അൻ യുഗയ്യിറ റഅയൻ യകൂനു ഖദ് കവ്വനഹു ഇദാ ജദ്ദ മാ യസ്തദഇ ഹാദ തഗ്യീറു മഹ്മാ യസ്തൽസമ ദാലിക തഗ്യീറ മിൻ അനാഇൻ വനസബിൻ. അവിടെ ഒരിക്കലും എന്തില്ല നേരം ഈ റിസർച്ച് സ്റ്റഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും അവൻ്റെ അഭിപ്രായം മാറ്റാൻ തയ്യാറാണ്. ഇപ്പോൾ പിന്നെ ഈ അഭിപ്രായം അത് പിന്നെ രൂപീകരിച്ചതാണ് എങ്കിൽ എപ്പോൾ ഇതാ ജദ്ദമായ ഈ ഹാദ തഗ്യീറു മഹ്മാ ഇസ്തൽസമ ദാലിക തഗ്യീറ മിൻ അനാഇൻ വനസബിൻ. വളരെ പണിപ്പെട്ട് ഇദ്ദേഹം റിസർച്ച് സ്റ്റഡിയെല്ലാം നടത്തിയപ്പോൾ അങ്ങനെ ഒരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നുകയാണ് എങ്കിൽ തൻ്റെ അഭിപ്രായം എത്രയും പെട്ടെന്ന് മാറ്റാൻ അയാൾ തയ്യാറായിരിക്കും. അതാണ് ഒരു റിസർച്ച് സ്റ്റഡി നടത്തുന്ന ഗവേഷകൻ്റെ സ്വഭാവം. പക്ഷേ അത് സംവാദകനാണെങ്കിൽ ഒരിക്കലും അവൻ സത്യത്തെ അംഗീകരിക്കുക, സത്യം കണ്ടെത്തുക എന്ന് പറയുന്ന പോയിന്റിലല്ല ഉണ്ടാവുക. തൻ്റെ നിലപാടുകളെ എങ്ങനെ വെളുപ്പിക്കാം എന്ന് മാത്രമായിരിക്കും സംവാദകൻ നോക്കുക. അപ്പോൾ ഇതാണ് തമ്മിലുള്ള മാറ്റം. ഈ റൂഹു അൽ-ഇൽമി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവിടുത്തെ ആത്മാവ് എന്ന് പറയുന്നത്, സോൾ ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തുസമ്മാൽ ഹഖീഖ വലാ യഖൂദുഹാ ഔ യുഅസ്സിറു ഫീഹാ ഹവൻ ഔ റഗ്ബ. അപ്പോൾ റിസർച്ച് സ്റ്റഡിയിൽ ഒരിക്കലും അവൻ്റെ സ്വന്തം താല്പര്യങ്ങളോ അവൻ്റെ ഇച്ഛകളോ ഒന്നും അതിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ല, ചെലുത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സത്യം പരമാവധി കൂടുതൽ കണ്ടെത്താൻ സഹായകരമാവുക ഇതുപോലുള്ള റിസർച്ച് സ്റ്റഡികളാണ്.